അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കൊള്ളായിരുന്നു കേട്ടോ. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അത് അങ്ങോട്ട് വേണ്ട. അത് ഇത്രയും കെയർ ചെയ്യുന്നതിനകത്ത് ഏറ്റവും സൂപ്പർ എന്തോ അമ്മച്ചിയും കൂടെ ഏതെങ്കിലും ഒരു റൈഡ് കേട്ടടാ മക്കളെ. എന്റെ പൊന്നമ്മച്ചി ഇത്രയും പ്രായമായില്ലേ, വീട്ടിലിരുന്നാ പോരെ, എന്തിനാ ഞങ്ങളോട് വന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞാണോ കൊണ്ടുവരേണ്ടത്? എന്റെ മോൻ ചേട്ടാ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്ത ഞാൻ ഒട്ടല്ലോ ഞാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ കിടക്കുന്ന വഴക്കിടാനാണ് പരിപാടിയെങ്കിൽ ഇത്ര ആളുകൾ ഇരിക്കുന്നതെന്ന് ഞാൻ നോക്കത്തില്ല. രണ്ടെണ്ണത്തിന്റെ കാല് ഞാൻ പിടിക്കും. വീടല്ല. അയ്യോ വീടല്ലേ. അല്ലേലും നിനക്ക് അമ്മച്ചിയോട് ഇപ്പൊ ഒരു സ്നേഹവും ഇല്ല. നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയത്തില്ല. നിന്റെ 3.5 വയസ്സ് പ്രായം വരെ നീ അമ്മച്ചിയുടെ കൂടെ കിടന്നായിരുന്നടാ ഉറങ്ങിക്കൊണ്ടിരുന്നേ. ഇപ്പൊ നിനക്ക് ഈ അമ്മച്ചിയെ വേണ്ട, അവളെ മാത്രം മതി. 43 വയസ്സായിട്ട് അയാൾ ഇപ്പൊ എന്റെ കൂടെ തന്നെയാ കിടന്നുറങ്ങുന്നത്. അപ്പൊ എന്നോടല്ലേ സ്നേഹിക്കേണ്ടത്? എന്നെ സ്നേഹിക്കേണ്ടത് എന്താ കുഴപ്പം? നിങ്ങൾക്ക് രണ്ടുപേർക്ക് വീട്ടിലെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇപ്പൊ ഒരു വെയിലത്ത് നിർത്തിയച്ച് പോകുമായിരുന്നോടാ. ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല. ഞാൻ നോക്കുമ്പോ അവിടെ ഒരു പച്ച കസേര ഇരിക്കുന്നു. ഞാൻ കയറി അങ്ങ് ഇരുന്ന പാട് എനിക്ക് BP അങ്ങ് കൂടിയടാ. ലോകം മൊത്തം ചുറ്റി കറങ്ങുന്ന പോലെ അങ്ങ് തോന്നുവാ. അമ്മച്ചി കയ്യിലിരുന്ന ഗുളിക മൊത്തം എടുത്ത് അങ്ങ് കഴിച്ചു. എന്തോന്ന് ഏതോ റേഡിൽ കയറി ഇരുന്ന് കറങ്ങിയിട്ട് BPയുടെ ഗുളിയം കഴിച്ചോണ്ട് വന്ന് നിൽക്കുക. എടി കടലിലെ വെള്ളം പുണ്യാഹ വെള്ളം അല്ലയോ? കണ്ടേ അവിടുത്തെ ആ കടലിൽ നിന്ന് ഞാൻ കോരി എടുത്തോണ്ട് വന്നതാ. എന്റെ പൊന്നമ്മച്ചി, അത് ഒറിജിനൽ കടലിലെ വെള്ളമാണ് പുണ്യാഹം. അത് കൃത്രിമ കടലാണ്. നോക്കട്ടെ ഇതെന്താ ഒരു ഉപ്പ് രസം? തോണ്ടടാ ആ കറങ്ങുന്ന കാലത്ത് ഈ അമ്മച്ചിനും കൂടെ ഒന്ന് കേട്ടുകൂടാ. അമ്മച്ചി ഒരു 8 മാസം കൂടെ അമ്മച്ചി വെയിറ്റ് ചെയ്താ അതിനേക്കാൾ നല്ലൊരു കുടത്തില് ഞാൻ അമ്മച്ചിയെ കേറ്റിട്ട് 8 മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, അതിന് മുന്നേ. അത്ര നാളൊന്നും നിക്കാൻ മേലടി. നീ അമ്മച്ചീനെ ഏതെങ്കിലും ഒരു കടലിൽ കൊണ്ട് നീന്താനായിട്ട് ഇറക്കാടി. അമ്മച്ചി ആ കുടത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കടലിൽ തന്നെ ഒഴുക്കണത്. ഇഷ്ടം വരെ നീന്താ. നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ ചാവുന്ന കാര്യമല്ലോടി? ഞാൻ ചാവുന്ന കാര്യമല്ലോ? എടാ നീ ഇതൊക്കെ കേട്ടിട്ട് നീ മിണ്ടാതെ അങ്ങ് നിന്നോ. നീ നാട്ടുകാര് കേൾക്ക, നീ അവളോട് മറുപടി ചോദിക്കടാ. നീ മറുപടി ചോദിക്കേ. നാട്ടുകാർ കേൾക്കാൻ ഞാൻ മറുപടി ചോദിച്ചിട്ട് വേണം ഈ നാട്ടുകാർ കാണാതെ അവളെ തല്ലി ഞാൻ കൊള്ളാൻ. അത് നിങ്ങൾക്ക് കാണണമില്ലേ? അത് നടക്കത്തില്ല. എടാ പണ്ട് നിന്റെ അച്ഛൻ സുധാകരൻ, ഇപ്പൊ എന്റെ അച്ഛൻ സുധാകരൻ അല്ലേ? ഞാൻ വരെ പറയും ഞാൻ കേട്ടോ. പണ്ട് നിന്റെ അച്ഛൻ സുധാകരൻ എന്നെ മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആഹാ, എന്നിട്ട് അവിടെ പോയിട്ട് ബന്ധുക്കാരെയൊക്കെ കണ്ട് സംസാരിച്ചാ? അവളുടെ ഒരു തമാശ കേട്ടോണം. എന്തോ ചെയ്യാനാന്ന് പറതേ മോളുതേ ഈ ബിസ്ക്കറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചൊന്നുണ്ടായിരിക്കും. രണ്ടുപേരും കൂടെ വഴക്കാണെങ്കിലും എന്റെ അമ്മയ്ക്ക് എന്റെ പെണ്ണും പോലെ എടുത്ത് ഭയങ്കര സ്നേഹമാണ്. സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇത്ര എന്നെ കളിയാക്കി ഞാൻ നക്കിയ ബിസ്ക്കറ്റേലും അവക്ക് കൊടുക്കണ്ടേടാ. അവള് അമ്മച്ചിക്ക് ഇപ്പൊ എന്തോ വേണ്ടത് പറ. അമ്മച്ചിക്ക് റൈഡ കയറണോടാ മക്കളെ. എന്റെ പൊന്നമ്മച്ചി പറയുന്ന കേക്ക്. അമ്മച്ചിയുടെ ഈ ഡ്രസ് ഇട്ടോണ്ടൊന്നും ഇതിലൊന്നും കേറാൻ പറ്റത്തില്ല. ആകല്ലേ ഞങ്ങളൊക്കെ ഇതിൽ വന്നത്. അമ്മച്ചിക്ക് അറിയായിരുന്നടാ നീയൊക്കെ ഇവിടെ വരുമ്പോ ഇത് പറയുമെന്ന്. അതുകൊണ്ടേ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ബാബുവിന്റെ അവിടെ അലക്കിയിട്ട നിന്നൊരു പാന്റ് ഞാൻ ഇങ്ങനെ തൂക്കി മനുഷ്യ കള്ളച്ചിയുണ്ടല്ലോ, രണ്ടും കൽപ്പിച്ചാ വന്നേക്കുന്ന കേട്ടോ. എന്തോ ചെയ്യാനാ? ഇന്ന് ചോറില്ല. അമ്മച്ചിയുടെ ആരോഗ്യം എത്ര ശരിയല്ലല്ലോ. അതുകൊണ്ട് അമ്മച്ചി ഇവിടെ ഇരിക്കി, ഞങ്ങൾ പോയിട്ട് വേഗം വരാവേ. ചേടാ ഇതിന്റെ മുഖത്തിനൊരു ഷേപ്പ് ഇല്ലാത്തോണ്ടത് കരയാവുന്നോ ഇരിക്കാവുന്നോ അറിയാനും വയ്യല്ലേ. എന്തിനാ കരയുന്നേ? കരഞ്ഞതാടാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്ന് നിന്നോട് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തിനാ കരയുന്നത് ഇവിടെ നിന്ന്? അമ്മച്ചിക്ക് റൈഡ കയറണോടാ. അമ്മച്ചി റൈഡേ കേറ്റൂല. റൈഡ കയറ്റണോടാ. റൈഡേ കേറ്റൂല. റൈഡ കയറ്റണോടാ. റൈഡേ കേറ്റൂല. എന്നാ പണ്ട് നിന്നെ റൈഡിന് പൊക്കിയത് ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. അമ്മച്ചി കയറിയ നല്ല രസമായിരിക്കും. നോക്കി കേറണേ. ഇതെന്തുവാടാ ഇത്? ഇതാണ് ആകാശ ട്രെയിൻ. എന്ന് വെച്ചാണെന്ന് എനിക്ക് അറിഞ്ഞോളാം. ഞാൻ ആദ്യമായിട്ടാ ഇത് കാണുന്നത്. ഇത് കേറിയാ നേരെ ആകാശത്ത് ചെന്ന് എത്തുവോ? പിന്നെ ഇത് കയറി ഇരിക്കുമ്പോ ആകാശം ഇങ്ങോട്ട് ഇറങ്ങി വരും. തോറ്റല്ലോ. അപ്പൊ എവളെ കൊണ്ടെന്തോ ജയിച്ചോ? ഇതിപ്പോ ഓണാവും. ആണോ? നമ്മൾ ഇത്രയും പേടിച്ചിട്ടും എന്റെ മോൻ മാത്രം പേടിക്കാതെ നിൽക്കുന്ന കണ്ടോ? അതാണടി അവന്റെ ധൈര്യം.
നിന്ന് ഉടനെ അവള് പുറകിലോട്ട് കേട്ടാ. ഇത്രയും അപകടമാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നിങ്ങളെ ഞാൻ ഇന്നത്തെ ഒറ്റയ്ക്ക് കയറ്റി വിട്ടേനെ. എന്റെ ദൈവമേ, ഈ കണക്കിന് പോവുകയാണെങ്കിൽ ജീവനോടെ താഴെ ചെല്ലുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മക്കളെ, അമ്മച്ചി നിന്നോടൊരു കാര്യം പറയട്ടാടാ. അമ്മച്ചിയുടെ മൂത്തമോനോ? മൂത്തമോൻ എന്ന് പറഞ്ഞപ്പോ വായിക്കകത്ത് കാറ്റ് കയറിയതാടാ. ഈ തള്ളയുടെ മൂക്കിലെ കാറ്റും കൂടെ ഒന്ന് പോയിരുന്നെങ്കിൽ. എന്റെ ദൈവമേ, ഇതിന്റെ ഭഗവാനെ, ഇതിന്റെ സ്പീഡ് ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ 10 പവന്റെ സ്പീഡ് കുറയുന്നുണ്ട് കേട്ടോ. 8 പവന്റെ സ്പീഡ് കുറയുന്നുണ്ട്. 6 പവന്റെ 3 പവന്റെ 10 പവന്റെ മാന തന്നേക്കാവേ. എടാ, അമ്മച്ചിക്ക് ഇത് കണ്ടിട്ട് പേടിയാവുന്ന താഴത്തോട്ടെടുത്ത് ചാടട്ടാടാ. അയ്യോ ചാടല്ലേ. അയ്യോ ചേട്ടാ, അമ്മച്ചി ചാടിക്കോട്ട്. അതെന്താടി? അമ്മച്ചി എപ്പോഴും എന്നോട് പറയും അമ്മച്ചിയുടെ ഒരാഗ്രഹം പോലും ഞാൻ സഹായിച്ചു കൊടുത്തിട്ടില്ലെന്ന്. അമ്മച്ചിയുടെ അവസാന ആഗ്രഹങ്ങൾ ഞാൻ സഹായിച്ചു കൊടുക്കും. താഴോട്ട് ചാടാൻ പേടിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ തള്ളിടാമേ. പേടിയേ, അമ്മച്ചിയുടെ അവസാന ആഗ്രഹം ഇതല്ലടി. എന്തുവാ? കോട്ടയം സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വലത്തോട്ട് 3ാമത്തെ ഒരു വീടുണ്ടല്ലോ, അവിടെ കഷണ്ടി വെച്ച ഒരു പുള്ളിക്കാരനില്ലോടി. എന്റെ അച്ഛൻ അവനെ പോയി തള്ളിയിടണീ. അച്ഛന് പറഞ്ഞാടില്ല. അച്ഛനെ പറഞ്ഞാ നീ എന്തോ ചെയ്യുവടി? നിങ്ങളുടെ അച്ഛന് പറയും. എനിക്ക് എന്റെ അച്ഛനില്ലല്ലോ. അതിന് എന്റെ വീട്ടുകാരെ വല്ല പറഞ്ഞാ ഞാനുണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം. ഓന് നിർത്തുന്നുണ്ടോ? ഞാൻ ഇവിടെ അങ്ങ് ഇറങ്ങുവാ. ഇറങ്ങാനുള്ള സ്റ്റോപ്പായോ? സ്റ്റോപ്പൊന്നും ആയില്ല. നിങ്ങൾ രണ്ടുപേരെ ഇടയിൽ നിന്ന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഈ ആകാശത്തോട്ടങ്ങ് ഇറങ്ങുവാന്നേ.